ഒരേ വാക്ക്, പക്ഷേ വിരുദ്ധാർത്ഥം. ദ ഗവൺമെൻറ് സാങ്ഷൻ ദ ഫണ്ട്സ്, ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചു. എന്നാൽ ട്രേഡ് സാങ്ഷൻസ് വർ ഇമ്പോസ്ഡ് എഗൻസ്റ്റ് ഇറാൻ, ഇറാനെതിരെ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തി എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ സാങ്ഷന് ഉപരോധം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ട്രേഡ് സാങ്ഷൻസ്, എക്കണോമിക് സാങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഉപരോധം എന്നുള്ള അർത്ഥമുണ്ട്, വിരുദ്ധ അർത്ഥമാണെന്നർത്ഥം. ഇനി ഡസ്റ്റ് നോക്കുക. ഡസ്റ്റ് പൊടിയാണെന്ന് നമുക്കറിയാം. സ്കൂളിലൊക്കെ ബോർഡ് തുടച്ചിരുന്ന ആ വസ്തുവിൻ്റെ പേര് ഡസ്റ്ററായിരുന്നു. അവിടെ ഡസ്റ്റർ എന്നാൽ പൊടിയാക്കുക, പൊടി പിടിപ്പിക്കുക എന്നുള്ളതല്ല അർത്ഥം, പൊടി തുടച്ച് കളയുക എന്നായിരുന്നു. എന്നാൽ ഡസ്റ്റ് പൊടിയാക്കുക, പൊടിയിടുക എന്നുള്ള അർത്ഥത്തിനും ഡസ്റ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഡസ്റ്റിംഗ് ദ ക്രോപ്പ്, പ്രാണികളെയോ കീടങ്ങളെയോ കാട്ടി അകറ്റാൻ വേണ്ടി ഈ വിളകളുടെ മേലെ പെസ്റ്റിസൈഡ്സ് പൊടിയായി അടിക്കുന്നതിന് ഡസ്റ്റിംഗ് ദ ക്രോപ്സ് എന്ന് പറയും. അവിടെ ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊടിയാക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അതേപോലെ ഡസ്റ്റിംഗ് ദ കേക്ക് വിത്ത് ഷുഗർ, കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ ഡസ്റ്റ് ചെയ്യുക എന്നൊരു വാക്ക് അത് ഉപയോഗിക്കാറുണ്ട്.